അറിയിക്കട്ടെ. പ്രത്യേക മുഖവരി ഒന്നും തന്നെ ഇപ്പോൾ പറയുവാൻ സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇടവകദിന സമ്മേളനമുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം എന്നത്രത്തെ ഞാൻ കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായിട്ട് ഏവൻകുലിൽ വായിച്ച വേദഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. വചന കേൾവിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുവാൻ, പുനഃസമർപ്പണം ചെയ്യുവാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ അവിടുന്ന് ഇടയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ വായിലെ വചനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തിൻ്റെ ദൈവം, ദ ഗോഡ് ഓഫ് പീസ് എന്നതാണ് ഇന്നത്തെ സഭയുടെ പൊതു ചിന്താ വിഷയം. കർത്താവിൻ്റെ ഗിരി പ്രഭാഷണത്തിൽ നിന്ന് ഉള്ള ദൈവവചനമാണ് ഇന്ന് നമുക്ക് വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ ഈ ഗിരി പ്രഭാഷണത്തെക്കുറിച്ച് പ്രാരംഭവാക്യത്തിൽ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വലിയൊരു പുരുഷാരത്തെ കർത്താവെ കണ്ടു, മലമേൽ കയറി. ആ സന്ദർഭത്തിൽ തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞ ഭാഗ്യവർണ്ണനയാണ് ഇന്നത്തെ ഏവനെങ്കിലുടെ വേദഭാഗം. ഈ ഗിരിപ്രഭാഷണം എന്നത് കർത്താവിൻ്റെ സുന്ദരമായ ഈ ഉപദേശം ലോകത്തിൽ നിരവധി ആളുകളെ ആകർഷിക്കുകയും നിരവധി ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇത്. ഗാന്ധിജിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രസംഗിക്കുകയും അതനുസൃതമായ ജീവിതത്തെ കെട്ടുപിടിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ സൗഭാഗ്യം എങ്ങനെ കൈവരിക്കാം, ജീവിതത്തിൽ എങ്ങനെയുള്ള ജീവിതമാണ് ഭാഗ്യകരമായ അവസ്ഥ, അതാണ് ഈ വേദവാക്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചോ ഭാവങ്ങളെക്കുറിച്ചോ ഒന്നും ഈ സമയം പറയുവാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം കുർബാന മധ്യമുള്ള സന്ദർഭം, തുടർന്ന് ഇടവകദിന സമ്മേളനം ഉണ്ട്. അതുകൊണ്ട് ഈ വേദഭാഗത്തുനിന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്. കർത്താവ് പറയുകയുണ്ടായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ക്രിസ്തു നൽകുന്ന സമാധാനം, ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം. ആ ദൈവം ഈ സമാധാനം എങ്ങനെ നൽകുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ആകമാനം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ജനത്തെ അവിടെ പ്രസംഗിക്കുമ്പോഴും ഉപദേശിക്കുമ്പോഴൊക്കെ അവർക്ക് നൽകിയ ഒരു വാഗ്ദത്തമാണ് സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ തന്നെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ജനനസമയത്ത് ദൂതന്മാർ പറഞ്ഞ കാര്യം, അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുവാൻ കാരണം. അപ്പോൾ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ തന്നെ ഈ സമാധാനം മനുഷ്യവർഗത്തിന്
നൽകുന്നതായിട്ട് നമുക്ക് അറിയുവാനായിട്ടുണ്ട്. തൻ്റെ പ്രവർത്തനങ്ങളിൽ, തൻ്റെ ശുശ്രൂഷ രംഗങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും ഈ സമാധാനം വാഗ്ദത്തം ചെയ്ത് ക്രിസ്തു തൻ്റെ പ്രവർത്തനം മുന്നേറിയതായിട്ട് പഠിക്കുവാനായിട്ട് നമുക്ക് ഉണ്ട്. കർത്താവ് തൻ്റെ അവസാന സമയത്തും ഉയർത്തിനേറ്റ കർത്താവ് ഭയവിഹ്വലരായി മാളികമുറിക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സമാധാനം ക്രിസ്തു നൽകുന്ന ഒരു സമാധാനമാണ്. ഈ സമാധാനം അനുഭവിക്കുവാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ സമാധാനം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന കാര്യം ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സമാധാനം ക്രിസ്തു നൽകിയിട്ടുള്ളത്, ഈ സമാധാനം ഉണ്ടാക്കുന്നവർ, അത് പ്രാവർത്തികമാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. ഈ രാവിലെ സമയത്ത് ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ സമാധാനം നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് എത്രമാത്രം മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുവാനായിട്ട് നമുക്കിടയാകട്ടെ. എന്താ സമാധാനം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാണ്. ഒരു ചിത്രകാരൻ സമാധാനത്തെക്കുറിച്ച് സുന്ദരമായ ഒരു ചിത്രം വരയ്ക്കുകയുണ്ടായി. ആ ചിത്രം ഇപ്രകാരമാണ്. പ്രക്ഷുബ്ധമായ ഒരു സമുദ്രത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്രക്ഷുബ്ധമായ സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന വലിയൊരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ ശാഖകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ അഗ്രത്ത് 2 കിളികൾ അവിടെ കൂട് വച്ചിട്ടുണ്ട്. വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഈ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ ആടി ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആടി ഉരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ചിത്രകാരൻ അവിടെ രചിച്ചിരിക്കുന്നത് ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കൂടുവച്ചിരിക്കുന്ന 2 പക്ഷികൾ അവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവർ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്, ഈ ആടി ഉരഞ്ഞുകൊണ്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഈ പക്ഷികൾ പാട്ടുപാടുന്നുവെങ്കിൽ അവർക്കറിയാം അവർ കൂടുവച്ചിരിക്കുന്ന വൃക്ഷം എത്ര കാറ്റുണ്ടായിരുന്നാലും, എത്ര കൊടുങ്കാറ്റ് പിടിച്ചാലും താഴെ പോകുന്ന, തകർന്നു പോകുന്ന ഒന്നല്ല എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ ഉറപ്പ് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് ആ സാഹചര്യത്തിലെ പാട്ടുപാടുവാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ കാറ്റും കോളും നിറഞ്ഞ പ്രശ്നസങ്കീർണമായ നമ്മെ പിടിച്ചു കുലുക്കുന്ന ജീവിതത്തിലെ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു ദിവ്യ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഈ പക്ഷികളെപ്പോലെ നാം കൂടുവച്ചിരിക്കുന്ന വൃക്ഷത്തിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ കൂടുവച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകാതെ എന്നെ നടത്തുന്ന കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പുള്ള വ്യക്തികൾ ഏത് ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ അനുഭവങ്ങളുടെ നടുവിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ വിശ്വാസത്തിൽ, സമാധാനത്തിലും ജീവിക്കുവാൻ കഴിയും. എത്രയോ ജീവിതങ്ങളെ നമുക്ക് കാണുവാനുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുവാനായിട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ സമാധാനം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ദൈവത്തോടായ ബന്ധത്തിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള അനുരഞ്ജനത്തിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പം ദൈവത്തോടായ ബന്ധത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് ഈ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുവാൻ കഴിയുന്നത്. ആ ബന്ധം, ദൈവത്തോടായ ബന്ധം മനുഷ്യരുള്ളതായ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്.
ഈ ഒരു അനുരഞ്ജനമാണ് നമുക്ക് ആവശ്യമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മുടെ സമാധാനം എന്ന് പറയുവാൻ കാരണം. ക്രൂശിലൂടെ ഈ ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ക്രിസ്തുവിലൂടെ ഒന്നാക്കി. അവിടെ യഹൂദന്മാരെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന് പ്രഖ്യാപിച്ച് ആ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴിയിലൂടെ ആ ദിവ്യസമാധാനം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതത്രേ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. അതനുഭവിക്കണമോ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ടിടയാണ്. ക്രിസ്തുവിനോട് ചേർന്നുള്ള, ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതം നമുക്കുണ്ടാകണം. ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ആ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നാം നയിക്കുമ്പോൾ, ദൈവത്തോടുള്ളതായ ബന്ധത്തിലൂടെ ജീവിതത്തെ നയിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള സഹോദരവർഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്കിടയാകും. അവിടെയാണ് സമാധാനം ഉണ്ടാക്കുന്നവരായി ജീവിക്കുവാനിടയാകുന്നത്. അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. സംഭവം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. സഹോദരപുത്രനായ ലോത്തും അബ്രഹാമും കൂടിയാണല്ലോ യാത്ര പോയത്. യാത്ര പോയ സമയത്ത് അവരുടെ സമ്പത്ത് രണ്ടുപേരെയും വർദ്ധിച്ചു. അവസാനം ഈ ദാസന്മാർ തമ്മിൽ വഴക്കുണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. ആ വലിയ വഴക്ക് വാക്കണം സഹോദരപുത്രൻ തമ്മിലുണ്ടായ സന്ദർഭത്തിൽ അത് കണ്ടപ്പോൾ അബ്രഹാം അടുത്ത് വന്ന് ലോത്തിനോട് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളില്ലയോ, നമ്മുടെ അപ്പനും മക്കളും ഒക്കെ അല്ലേ, നമ്മളെന്തിനാ നമ്മുടെ ആളുകൾ തമ്മിലുള്ള വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് മാറി വേറെ പോകാം, രണ്ടിടങ്ങളിലായിട്ട് പോകാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു. ഏതാണ് നിനക്ക് വേണ്ടത്, ഏത് ദേശമാണ് നിനക്ക് വേണ്ടത് എന്ന് നോക്കിക്കൊണ്ട് നിനക്കിഷ്ടമോ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ലോത്ത് നോക്കിയപ്പോൾ ഏറ്റവും സുന്ദരമായ ഫലഭൂഷ്ടമായ ദേശം തിരഞ്ഞെടുത്തു. ലോത്ത് ആ ഭാഗത്തേക്ക് യാത്ര പോയി. അബ്രഹാമിന് കിട്ടിയത് മുള്ളും പുറക്കാരെയും പാറയും മറ്റുമുള്ള കൂട്ടം മാത്രം. അബ്രഹാം അത് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയി. എന്ന് പറയുമ്പോൾ ഒരു സമാധാനത്തിൻ്റെ ഉണ്ടാക്കുവാനായിട്ട് പ്രശ്നസങ്കീർണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമാധാനത്തെ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനായിട്ട് ഇവിടെ അബ്രഹാം മുൻകൈ എടുക്കുന്നതായിട്ട് കാണുന്നു. നമുക്ക് പിന്നീട് ചരിത്രം പഠിക്കുന്നുണ്ട്. ലോത്ത് നല്ലത് തിരഞ്ഞെടുത്ത് ഒക്കെ നശിച്ച് വെണ്ടീടായി പോയതായിട്ട് നമുക്കറിയുവാനായിട്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് അബ്രഹാം എടുത്ത മുൻകൈ അതുകൊണ്ടാണ് അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറയുവാനായിട്ടിടയായത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമാധാനം ഉണ്ടാക്കാനായിട്ട് എവിടെ പോകുന്നത്? ഒരല്പം 1 ഇഞ്ച് വസ്തുവിന് വേണ്ടി വഴക്കടിക്കുന്ന സഹോദരങ്ങളല്ലേ ഇന്ന് കൂടുതലുള്ളത്. വീതം വച്ചതിൽ അല്പം കൂടി അല്പം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ശത്രുതയിൽ മുഖാമുഖം നോക്കാതെ മിണ്ടാതെ ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ അതിരുമാന്തിയും മറ്റുള്ളവരുടേതായ വസ്തു പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊന്നും സമാധാനം ഉണ്ടാക്കുന്ന ഒന്നല്ല. വിട്ടുകളയുവാൻ മനസ്സുള്ളതാണ്, അതിലാണ് സമാധാനം ഉണ്ടാക്കുന്നത്. അവിടെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്. അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. അത് ദൈവത്തോടുള്ളതായ ബന്ധത്തിലൂടെ ജീവിക്കുമ്പോൾ, സഹോദരങ്ങളുമായ ബന്ധത്തിലൂടെ ഈ വലിയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൂടെ ജീവിക്കുവാൻ മുന്നോട്ട് പോകുവാൻ സാധ്യമായി തരും. അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ടിടയാകട്ടെ. അത് ബന്ധങ്ങൾ, ദൈവത്തോടുള്ളതായ ബന്ധം, സഹജീവിതമായ ബന്ധങ്ങളിലൂടെ സമാധാനം സ്ഥാപിച്ച് ദൈവത്തിൻ്റെ പുത്രന്മാരായി ജീവിക്കുവാൻ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. തന്നെയുമല്ല, ഈ ലോകത്തിലെ ഭൗതികമായ സമ്പത്ത് ഒന്നും നമുക്ക് സമാധാനം തരുന്ന ഒന്നല്ല. ഈ ലോകത്തെ എത്ര കൂട്ടിവെച്ചാലും അതിലൂടെ സമാധാനം കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. കോടീശ്വരന്മാരൊക്കെ പറയുന്നു,
ഞങ്ങൾ ഒത്തിരി സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താ? സമാധാനം ഞങ്ങൾക്കില്ല. ജീവിതത്തിൽ സമാധാനമില്ല. അങ്ങനെയുള്ളതായ ജീവിത അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. ഞാനൊരിക്കൽ ബോംബെയിൽ പോയ സമയത്ത് രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്ത സമയത്ത് അവിടെ വഴിവക്കിലൂടെ സുഖമായി കിടന്ന് ഉറങ്ങുന്ന ഒത്തിരി ആളുകൾ, കടത്തിണ്ണയിലും മറ്റും കിടന്നുറങ്ങുന്ന ഒത്തിരി ആളുകളെ കണ്ടു. അവരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പക്കൽ ഒന്നും തന്നെ ഇല്ല. ജീവിതത്തിലെ യാതൊരു സാഹചര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു പറ്റം ആളുകളാണ്. എന്നാൽ നമുക്കറിയാം, ജീവിതത്തിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും ജീവിതത്തിൽ ഉറക്കം കിട്ടാത്ത ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ അനേകമുള്ളത്. സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ ഉറക്കമില്ല. എന്തുകൊണ്ട്? സമാധാനമില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ഏറ്റവും നല്ല ബെഡ് എന്താണ്? ഏത് ബെഡാണ്? ഏത് ബെഡിൽ കിടന്നാൽ നല്ല ഉറക്കം വരും എന്ന് നമ്മൾ ഓർക്കണം. അപ്പം നല്ല ഉറക്കം കിട്ടാൻ ഏറ്റവും വിലയുള്ള ബെഡൊക്കെ നമ്മൾ വാങ്ങിച്ച് ഇപ്പോൾ വെക്കുന്നുണ്ട്. നിരവധി ടൈപ്പ് ഓഫ് ബെഡ് നമുക്കുണ്ട്. അങ്ങനെയുള്ളതായ മെത്തകൾ സുന്ദരമായിട്ടുള്ളത് ഒത്തിരി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ കിടന്നിട്ട് നമുക്കാർക്കും ഉറക്കം വരുന്നില്ല. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉറക്കം തരുന്ന ബെഡ് ഏതാണോ? സമാധാനത്തിൻ്റെ കിടക്കയാണ്, ബെഡാണ്. അതാണ് നമുക്ക് ആവശ്യമായിരുന്നത്. ആ സമാധാനത്തിൻ്റെ ആ കിടക്കയിൽ കിടന്നുറങ്ങുവാൻ നമുക്ക് കഴിയണം. ആ സമാധാനത്തിൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങുവാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഭദ്രമായിത്തീരും, സന്തോഷകരമായി തീരുവാനായിട്ടിടയായിത്തീരും. അതെ, അങ്ങനെയുള്ളതായ ജീവിതപാതയിലൂടെ ജീവിക്കുവാൻ പ്രവർത്തിപ്പാനായിട്ടിടയാകട്ടെ. മരണം നമ്മെ എല്ലാവരെയും മാടി വിളിക്കുന്ന ഒന്നാണ്. ആ മരണം നമ്മെ മാടി വിളിക്കുന്നത് എപ്പോൾ നമുക്കാർക്കും അറിയില്ല. എന്നാൽ മരണം ഏത് നേരത്തായിരുന്നാലും വിളിച്ചാലും നമ്മൾ മറന്നു പോകരുത്. സമാധാനത്തോടെ ഈ ലോകത്തോടെ യാത്ര പറയുവാൻ നമുക്കിടയാകണം. അതാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എത്ര സമ്പാദ്യമുണ്ടായിരുന്നാലും എന്തെല്ലാം കൂട്ടിവെച്ചെന്ന് പറഞ്ഞാലും നമുക്ക് സമാധാനമില്ലാതെ ലോകത്തോടെ യാത്ര പറയുന്നെങ്കിൽ ജീവിതം എത്ര ബലഹീനമായിട്ടുള്ള ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഈ ജീവിതത്തിൽ ഈ സമാധാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, പ്രവർത്തിപ്പാൻ ദൈവകരങ്ങൾ നമുക്ക് തമ്മിൽ തന്നെ സമർപ്പിക്കാം. എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കത്ര ചെയ്യുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ആരാ? ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതെ, ഇന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളി കേൾക്കുവാൻ, സമാധാനമുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവകരങ്ങൾ നമുക്ക് തമ്മിൽ തന്നെ സമർപ്പിക്കാം. അത് സാധ്യമാകണമോ? ദൈവത്തിലുള്ളതായ ബന്ധത്തിൽ, മനുഷ്യരുള്ളതായ ബന്ധത്തിലും നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിപ്പാനായിട്ടിടയാകണം. സഹജീവികളെ ചേർത്ത് പിടിക്കുവാൻ നമുക്കിടയാകണം. ജീവിതത്തിൽ നമ്മുടെ സമ്പത്തോ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉറക്കം തരുന്നതല്ല. അതിനപ്പുറമായി യേശു കർത്താവിൽ ലഭിക്കുന്നതായ ഉറക്കമാണ് പ്രധാനപ്പെട്ട ഉറക്കം. അതേ, ആ നിത്യതയെ പ്രാപിച്ചുകൊണ്ട് സമാധാനമുള്ള ജീവിതങ്ങളായി നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ ദൈവകരങ്ങൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ കൽപ്പിച്ച നല്ല ദൈവവചന സത്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സമാധാനത്തിൻ്റെ പുത്രന്മാരെന്നും സമാധാനത്തിൻ്റെ പുത്രിമാരെന്നും കേൾപ്പിക്കുവാൻ അതേതെല്ലാം രീതിയിലുള്ള ക്രമീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നും നീ ഞങ്ങളവിടെ നിന്ന് ഉത്ബോധിപ്പിച്ചതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഭൂമിയിലും സഭയിലും ദേശത്തിലും കുടുംബജീവിതത്തിലും സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ശിഥിലതകൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളിൽ, ഭൗതികമായിട്ടുള്ള ചില ക്രമീകരണങ്ങളിൽ ഞങ്ങൾക്ക് ബന്ധങ്ങളിൽ കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ ക്രൂശിലൂടെ സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നീ ഞങ്ങളോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച അവിടുത്തെ ദാസിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വന്നുചേർന്ന എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് മുന്നോട്ടുള്ളവർ കുമ്പസാര പ്രാർത്ഥനയ്ക്കായി അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം.
ഞാൻ വാരും ക്രൂശിങ്കൽ സാധുഷേ